ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നാളെ നടക്കും. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് സമ്പൂർണ്ണ വാർത്താ സമ്മേളനം. വോട്ടെടുപ്പ് 7 ഘട്ടങ്ങളായാണെന്നാണ് സൂചന. ആന്ധ്ര, അരുണാചൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതിയും പ്രഖ്യാപിക്കും. ഇന്ന് ചേർന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യോഗത്തിലാണ് തീയതി സംബന്ധിച്ച അന്തിമ തീരുമാനത്തിലെത്തിയത്. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നു. ആർക്കെ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. നാളെ ഉച്ചയ്ക്ക് 3 മണിക്കാണ് പ്രഖ്യാപനം നടക്കുക. ഇനി എന്തൊക്കെ ഒരുക്കങ്ങൾ നടത്താനുണ്ട്? ഒപ്പം മറ്റു ചില സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതിയും പ്രഖ്യാപിക്കാനുണ്ട്. എന്തൊക്കെയാണ് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ? ഇന്ന് രാവിലെ ഈ പുതിയ 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ചുമതലയേറ്റിരുന്നു. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ചുമതലയേറ്റതിന് ശേഷമാണ് ഒരു യോഗം 3 കമ്മീഷണർമാരുടെയും സാന്നിധ്യത്തിൽ സമ്പൂർണ്ണ യോഗം എന്ന വിധത്തിൽ ചേർന്നത്. ആ യോഗത്തിന് ശേഷമാണ് നാളെ രാവിലെ വീണ്ടും വിപുലമായിട്ടുള്ള സമ്പൂർണ്ണ യോഗം ചേരുകയും അതിന്റെ തുടർച്ച എന്ന രീതിയിൽ 3 മണിക്ക് വാർത്താ സമ്മേളനം നടത്തി തീരുമാനിക്കുന്ന തീയതി എത്രയാണോ അതും ഘട്ടങ്ങളും എത്രയാണ് എന്ന് പ്രഖ്യാപിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നു എന്നതിലുപരി വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും ഇതിനോടൊപ്പം നടക്കുകയാണ്. അരുണാചൽ പ്രദേശ്, ഒഡീഷ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ, ആന്ധ്രാപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും ഇതിനോടൊപ്പം പ്രഖ്യാപിക്കാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം ജമ്മു കാശ്മീരിന്റെ കാര്യത്തിലും സമാനമായിട്ടുള്ള നീക്കം നടക്കുന്നുണ്ട്. ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമോ എന്നുള്ളത് ഏറെ രാഷ്ട്രീയമായിട്ട് ജിജ്ഞാസയുണ്ടാക്കുന്ന ഒരു വിഷയമാണ്. നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് 7 ഘട്ടങ്ങളിലായിട്ട് നടത്താനായിട്ടാണ് ആലോചിച്ച് വന്നിരുന്നത്. അത് ഏതെങ്കിലും വിധത്തിൽ അന്തിമ സമയത്ത് 1-2 ഘട്ടങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി വരാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ട്. അതെല്ലാം നാളെ ആയിരിക്കും അന്തിമമായിട്ട് നിജപ്പെടുത്തുന്നത്. ഏതായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ ആവശ്യമായിട്ടുള്ള സജ്ജമായിട്ടുണ്ട് എന്ന ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉള്ളത്. വോട്ടർ പട്ടികയുടെ കാര്യത്തിൽ അടക്കമുള്ള കാര്യങ്ങൾ വിശകലനം ചെയ്തിട്ടുണ്ട്. ഈ ബൂത്തുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചും വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള വിശദീകരണങ്ങളും വിലയിരുത്തലുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നാളെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടായാൽ ഉടൻ തന്നെ പെരുമാറ്റച്ചട്ടം നിലവിൽ വരും എന്നുള്ളതാണ്. വിജ്ഞാപനം പുറപ്പെടുവിക്കുന്ന തീയതി അടക്കമുള്ള കാര്യങ്ങളും നാളെ വ്യക്തമാകും. വോട്ടെണ്ണലിന്റെ തീയതി അടക്കമുള്ളവ ഇതിപ്പോൾ ഒരു ജൂണിന് പുതിയ സർക്കാരിന് അധികാരമേക്കാൻ പാകത്തിൽ മെയ് അവസാനത്തോടു കൂടിയൊക്കെ ഈ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാകുന്ന വിധത്തിലായിരിക്കണം ഈ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടിയിരിക്കുന്നത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായിട്ടുള്ള തീയതി പ്രഖ്യാപിക്കാനായിട്ട് പോവുകയാണ് നാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ശരി ആർക്കെ, നാളെ 3 മണിക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം. തെരഞ്ഞെടുപ്പ് തീയതി സംബന്ധിച്ച പ്രഖ്യാപനം നാളെ ഉണ്ടാകും. രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്.